എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സർവസംഹാരിയായ യുദ്ധത്തിനെതിരെ പൊതുസമൂഹത്തെ അണിചേർത്തുകൊണ്ട് കാവ്യശിഖ മുന്നോട്ട് വെച്ച സമാധാന ജ്വാല ആയിരക്കണക്കിന് കവികളെ അണിനിരത്തിക്കൊണ്ട് മുന്നേറുകയാണ്. 53-ാം ദിവസത്തിലേക്ക് കടക്കുകയാണിന്ന്. കവി സച്ചിദാനന്ദൻ മാഷ് ഉദ്ഘാടനം നിർവഹിച്ച് ഒട്ടനവധി കവികളിലൂടെ പുരോഗമിച്ച് വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുതിക്കുകയാണ്. യുദ്ധം എന്ന മഹാവിപത്തിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, അതിനെതിരെ സമാധാനത്തിൻ്റെ ഒരു കൈത്തിരിയെങ്കിലും കൊളുത്താനാവുക എന്ന ലക്ഷ്യമാണ് കാവ്യശിഖ ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു മഹാദൗത്യം തന്നെയാണത്. ഈ 53-ാം ദിവസം ഇന്നത്തെ കാവ്യശിഖ സമാധാന ജ്വാലയുടെ അധ്യക്ഷത നിർവഹിക്കുന്നത്, അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് വള്ളത്തോൾ ടീമിൻ്റെ പ്രിയ കവിയും സഹചാരിയുമായ പ്രിയപ്പെട്ട അനിത ജയരാജാണ്. വെള്ളിയാഴ്ച വള്ളത്തോൾ ടീമാണ് സമാധാന ജ്വാല നേതൃത്വം നൽകുന്നത്. പ്രിയപ്പെട്ട അനിത ജയരാജിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലാ പുരോഗമന കലാ സാഹിത്യ സംഘം കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ സഖാവ് മുരളീധരൻ മാസ്റ്റർ നാടകോത്സവത്തിൻ്റെ കോർഡിനേറ്ററും കൂടിയായ ശ്രീ ജലീൽ ടി കുന്നത്താണ്. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നന്ദി അറിയിക്കുന്നത് ഞങ്ങളുടെ വള്ളത്തോൾ ടീമിൻ്റെ കൊച്ചു കവി ജസ അൻവറാണ്. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ജസ. പക്ഷേ കവിതാനുഭവങ്ങളുടെ കാര്യത്തിൽ ഏതൊരു മുതിർന്ന കവിയെയും അമ്പരപ്പിക്കുന്ന വ്യക്തിത്വമാണ്. ജസയെയും ഈ സമാധാന ജ്വാലയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഡയറക്ടറായ പ്രിയപ്പെട്ട രാവുണ്ണി മാഷ്, അതുപോലെ ഇത്രയും ദിവസം രാത്രി വരെ പാതിരാ വരെ പോലും ഉറക്കം വിളിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോ മാഷ്, സുധീഷ് ചന്ദ്രൻ സഖാവ്, രമ്ന, മറ്റ് ടീമിലെ മറ്റംഗങ്ങൾ എല്ലാവരെയും, അതുപോലെ തന്നെ കാവ്യശിഖ സൗഹൃദങ്ങളെയും പൊതുജനങ്ങളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട അനിത ജയരാജനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സർവസംഹാരിയായ യുദ്ധാസക്തിക്കെതിരെ കവിത കൊണ്ട് കാവ്യശിഖ ഒരു ഉപഹാരം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ 53-ാമത്തെ ദിനമാണ് നാളെ. കാവ്യശിഖ നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ രാവുണ്ണി മാഷിൻ്റെ ഒരു കവിതാ ഗ്രൂപ്പാണ്. ഇതിൽ ഈ സമാധാന ജ്വാല എന്നുള്ള ഈ പങ്ക്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട സച്ചിദാനന്ദൻ മാഷാണ്. 17/6/25 അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. അന്ന് മുതൽ തുടർച്ചയായിട്ട് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 53-ാമതായി. ഇനിയും ഓഗസ്റ്റ് 15 വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. യുദ്ധം ഇഷ്ടപ്പെടുന്നവരൊന്നും ആരും ഉണ്ടായിരിക്കില്ല. യുദ്ധത്തിൻ്റെ എല്ലാ കെടുതികളെക്കുറിച്ചും മനുഷ്യൻ വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുള്ളവരാണ്. ഇപ്പോൾ നമ്മൾ ഗാസയിലെ കുട്ടികളുടെ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയേ. എത്രമാത്രം അവർ കഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ TV വയ്ക്കാൻ പോലും തോന്നാത്ത വിധത്തിലാണ് ഇപ്പോഴത്തെ ഓരോ സന്ദർഭങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
കുട്ടികൾ യുദ്ധത്തിന് ശേഷമുള്ള ആ ഭക്ഷണമില്ലായ്മ, അതിൽ അവർ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ആർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളല്ല. വീണ്ടും പല സ്ഥലത്തും യുദ്ധത്തിനുള്ള ഓരോ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. അവർ യുദ്ധത്തിനുള്ള ആയുധങ്ങൾ നിർമ്മിച്ചു വെച്ചവർക്ക് അതെങ്ങനെ വിറ്റ് തീർക്കാമെന്നുള്ളതാണ് അവരുടെ ചിന്ത. അല്ലാതെ സാധാരണ ജനങ്ങൾ അതിലെത്രമാത്രം ബുദ്ധിമുട്ടുമെന്നോ അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് അവർ ചിന്തിക്കുന്നില്ല. യുദ്ധം രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ തന്നെയാണ് വരുത്തിയിട്ടുള്ളത്. ഇതുവരെയും അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. യുദ്ധം ഏകദേശം ഭീതി കൊണ്ട് തന്നെയാണ് കൂടുതലും നടക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ജനമേജയ രാജാവിൻ്റെ സത്രത്തിൽ അല്ലെങ്കിൽ യാഗസ്ഥലത്തേക്ക് സരമയുടെ മകൻ ആയ പട്ടിക്കുഞ്ഞ് ചെല്ലുകയും അവിടെ നിന്ന് ഒരു ശാപം സരമ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനും ഭീതിയിലാണ് എപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ ഈ ഭീതിയുടെ ഫലമായിട്ടും, അതായത് എൻ്റെ സാധനം, ഞാനുണ്ടാക്കിയ സാധനം വിറ്റുപോയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഓരോ ആൾക്കാരും ഭയപ്പെടുന്നുണ്ട്. അതുപോലെ അതിർത്തി തർക്കം, അത് യുദ്ധത്തിന് ശേഷമുള്ള പട്ടിണി മരണങ്ങൾ, രോഗം, ഇതിനെക്കുറിച്ചൊന്നും ആരും അന്നേരം ചിന്തിക്കുന്നേയില്ല. എല്ലാവർക്കും സ്വന്തം കാര്യം എന്നുള്ള ഒറ്റ ചിന്താഗതി മാത്രമേ ഉള്ളൂ. കലികാലമാണ് എന്ന് വിചാരിച്ച് നമുക്ക് അറിയിരിക്കാനും പറ്റില്ല. അപ്പം നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയൊരു പരിപാടി, സമാധാന ജ്വാല എന്നുള്ള ഒരു പങ്ക്തി ഇതിലേക്ക് ആരംഭിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഓരോ ദിവസവും ഇതിനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ടെങ്കിലും രാജ്യത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നത് പുകാസയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗവും ഇറ്റ്ഫോക്ക് ആൻഡ് സഖാവ് മുരളീധരൻ മാസ്റ്റർ സ്മാരക നാടകോത്സവം കോർഡിനേറ്ററുമായ ജലീൽ ടി കുന്നത്തിനെയാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കാവ്യശിഖയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ജൂൺ 17 മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിവെച്ച യുദ്ധത്തിനെതിരെയുള്ള ഈ ക്യാമ്പയിൻ ഇന്ന് 53ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. 53ാമത്തെ ദിവസത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള കൃതജ്ഞത ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷ അനിത ജയരാജ്, ഇതിന് സ്വാഗതം പറഞ്ഞ ഗീത ടി, നന്ദി പറയാനിരിക്കുന്ന ജസാൻവർ, ഈ പരിപാടിക്ക് നേതൃപരമായ പങ്കുവഹിക്കുന്ന രാവുണ്യേട്ടൻ, ചാക്കോമാഷ് അടക്കമുള്ള കാവ്യശിഖയുടെ പ്രവർത്തകർ, ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് സാഹിത്യ പ്രവർത്തകർ, ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആയിരക്കണക്കിന് കവിതകൾ എഴുതിയ കവികൾ, എഴുത്തുകാർ, മനുഷ്യസ്നേഹികൾ, ഇവരെല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ ശ്രമത്തെ ഒരു വലിയ രാഷ്ട്രീയ ഇടപെടലായിട്ടാണ് ഞാൻ കാണുന്നത്. യുദ്ധത്തിനെതിരെ നിലപാടെടുക്കുക, യുദ്ധം വേണ്ട എന്ന് ആർജവത്തോടെ പറയാൻ കഴിയുക എന്നുള്ളത് ഈ കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഇടപെടലായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയുമാണ്. അതിനർത്ഥം യുദ്ധം ലോകത്തിന്റെ പ്രത്യുൽപാദനപരതയെ തകർക്കുന്നു എന്നുള്ളതാണ്. യുദ്ധം ലോകത്തിന്റെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 52 ദിവസങ്ങളിലായി യുദ്ധത്തിന്റെ കെടുതികളെക്കുറിച്ചും യുദ്ധം ലോക ജനതയ്ക്ക് മേൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായി പലരും സംസാരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും എക്കാലത്തും ഒരു ഞെട്ടലോടെ മാത്രം ഓർക്കുന്ന അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും, ഇന്നലെയായിരുന്നു ഹിരോഷിമ ദിനം, നടത്തിയ ബോംബ് വർഷം ലക്ഷക്കണക്കിന് ആളുകളെ തത്സമയമില്ലാതാക്കി. അതിന് ഇരട്ടി ആളുകൾ ആ ബോംബിന്റെ റേഡിയേഷനുമായി ഒക്കെ ബന്ധപ്പെട്ട് അതിന്റെ തിക്താനുഭവങ്ങൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.
ലോക ജനതയ്ക്കുമേൽ അല്ലെങ്കിൽ മാനവരാശിക്കുമേൽ നടത്തിയ ഏറ്റവും അതിഭീകരമായ അതിക്രമം എന്നുള്ള നിലക്ക് അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും പൊള്ളുന്ന ഓർമ്മയായി നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് രാജ്യങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടതായിരുന്നു. അത് കണ്ണു തുറപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്നും ഒരു പാഠവും പഠിച്ചില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ആക്രമണോത്സുകതയോടുകൂടി യുദ്ധത്തെ ആഘോഷിക്കുന്ന തരത്തിലേക്ക് ചില ലോകരാജ്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കാതെ പോകരുത്. പതിറ്റാണ്ടുകളായി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫലസ്തീൻ ജനതയ്ക്കുമേൽ നിരന്തരം ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന, ആയുധങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തെ തന്നെ ഏറ്റവും ഭീകര രാജ്യമെന്ന് നിസ്സംശയം പറയാവുന്ന യുദ്ധക്കൊതി മൂത്ത ഒരു രാജ്യമായ ഇസ്രായേൽ, ആ ഇസ്രായേലിന് സർവ്വവിധ പിന്തുണയും നൽകുന്ന ലോക പോലീസായ അമേരിക്കയുടെ താളത്തിനൊത്തു തുള്ളാൻ മാത്രം ശീലിച്ച മറ്റു ചില ലോകരാജ്യങ്ങൾ, ഇവരെല്ലാവരും കൂടി ചേർന്ന് യുദ്ധക്കൊതി മൂത്ത ഒരു സാഹചര്യം ആയുധലോപിക്ക് അനുകൂലമായി ചെറിയ നിസ്സാര കാരണങ്ങൾ എല്ലാം പറഞ്ഞ് മറ്റു ജനങ്ങളുടെ മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ പോലും മാനിക്കാതെ നടത്തിയ നിരവധി അധിനിവേശങ്ങൾ, അഫ്ഗാനിസ്ഥാനും ഇറാനും സിറിയയും ലബനനും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, യുദ്ധം ഒരു രീതിയിലും ലോകത്തെ മുന്നോട്ട് നയിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ചില സ്ഥാപിത താല്പര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ലോകത്തിന്റെ സുഗമമായ മുന്നോട്ടു പോക്കിനെ ഒരു കാലത്തും യുദ്ധം സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിനെതിരെയുള്ള നിലപാട് എന്നുള്ളത് ലോകം സമാധാനപരമായി മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യസ്നേഹിയുടെയും മാനവപക്ഷത്ത് നിൽക്കുന്ന ഏതൊരു മനുഷ്യന്റെയും പ്രാഥമികമായ ചുമതലയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ചുമതല തിരിച്ചറിഞ്ഞ് ഇത്തരമൊരു ദൗത്യമേറ്റെടുത്ത് തങ്ങളാലാവുന്ന രീതിയിൽ യുദ്ധത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുക എന്നുള്ള വളരെ വലിയ, വളരെ വിശാലമായ ഒരു ലക്ഷ്യം മുൻനിർത്തി കാവ്യശിഖ ഏറ്റെടുത്ത ഈ ക്യാമ്പയിൻ അത് ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അതിനുള്ള എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി. എല്ലാവർക്കും നമസ്കാരം. കാവ്യശിഖ നയിക്കുന്ന സമാധാന ജ്വാല എന്ന പരിപാടിക്ക് നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ഭൂമിയിലെ സർവചരാചരങ്ങളെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ട് യുദ്ധത്തിന്. യുദ്ധത്തിന്റെ കെടുതികൾ നിത്യേന പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമാധാന ജ്വാല എന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ജലീൽ ടി അവറുകളാണ്. ജലീൽ ടി അവറുകളെ ഞാൻ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗീത ടീച്ചറാണ്. ഗീത ടീച്ചർക്കും സസ്നേഹം ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷത അലങ്കരിച്ചത് വള്ളത്തോൾ ടീം അംഗമായ അനിത ജയരാജാണ്. അനിത ജയരാജിനോടും വളരെ സസ്നേഹം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.